ഞാനിവിടെ നിന്നൊരു ചോദ്യം പറയാം, നിങ്ങൾക്ക് അതിന് ഉത്തരം ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? USA 2020 ചൈനയെ കറൻസി മാനിപ്പുലേറ്റർ എന്ന് വിളിച്ചു. കറൻസി മാനിപ്പുലേറ്റർ എന്ന് വിളിക്കാനുള്ള കാരണം ചൈനീസ് യുവാനിന്റെ വാല്യൂ ഡോളറിനോട് കമ്പയർ ചെയ്തപ്പോൾ വല്ലാതെ കുറച്ചു. ചൈന പെർസിസ്റ്റന്റ്ലി ഡിക്രീസ്ഡ് ദി വാല്യൂ ഓഫ് യുവാൻ കമ്പയർഡ് ടു ഡോളർ. എന്തുകൊണ്ടായിരിക്കും ചൈന ഒരു മൂവ് ചെയ്യാനുള്ള കാരണം? ആലോചിച്ച ആൻസർ പറയണം. അതിന് നിങ്ങൾക്ക് ഒരു ഉത്തരം ക്ലാരിറ്റിയിൽ കിട്ടുകയാണെങ്കിൽ യു അണ്ടർസ്റ്റുഡ് ദിസ് കൺസെപ്റ്റ്. ഐ അഗൈൻ റിപ്പീറ്റ് ദി ക്വസ്റ്റ്യൻ. ഇൻ 2019-20 USA termed China as a currency manipulator. That is, China decreased the value of their currency compared to dollar. എന്തായിരിക്കും ചൈന അങ്ങനെ ഒരു മൂവ് ചെയ്യാനുള്ള കാരണം? The export of Chinese will increase exponentially and they will get a foreign currency income. ചൈനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഇമ്പോർട്ട് കമ്പാരിറ്റീവ്ലി വളരെ വളരെ കുറവാണ്. അപ്പൊ അവര് വാല്യൂ അവർ ഡിപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ടുകാരൻ അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവർ എക്സ്പോർട്ട് മൾട്ടി ഫോൾഡ് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് എ ഹിറ്റ് ഫോർ USA. ക്ലിയർ ആണോ? USA ഗ്ലോബൽ കറൻസി ആയിട്ടുള്ളതാണ് ഡോളർ. അപ്പൊ ഡോളറിനെ അവർക്ക് തോന്നിയ മാതിരി അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചൈന അങ്ങനെ പലതും ചെയ്യും. ചൈന ആ ഒരു മൂവ് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം, ചൈന ജസ്റ്റ് വാണ്ട് ടു ഇംപ്രൂവ് ഓർ ഇൻക്രീസ് ദയർ എക്സ്പോർട്ട്. ക്ലിയർ അല്ലേ? പോയിന്റ് കിട്ടിയില്ലേ? ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ, ഒരു സിമ്പിൾ ആയിട്ട്. What are the effect of rupee depreciation? Simple question. What are the effect of rupee depreciation? അതിൽ രണ്ടോ ഓപ്ഷനാണ്. കറക്റ്റ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദി ഇഫക്റ്റ് ഓഫ് റുപ്പി ഡിപ്രിസിയേഷൻ? റുപ്പിയുടെ വാല്യൂ കുറയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? whenever the value of rupee is depreciating, what happens? B and C. ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇനി വാട്ട് ആർ ദി ഇഫക്റ്റ് ഓഫ് റുപ്പി അപ്രിസിയേഷൻ? ദി അതർ ടു. ഇമ്പോർട്ട് ബിക്കംസ് ചീപ്പർ ആൻഡ് എക്സ്പോർട്ട് കോസ്റ്റ്ലിയർ. എന്തായിരിക്കും അതിന്റെ പ്രശ്നം? നിങ്ങൾ വെറുതെ അത് വായിച്ചാൽ പോരാ. ഇന്ത്യൻ എക്കണോമിനെ അത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുക? ഇമ്പോർട്ട് ബിക്കം ചീപ്പർ ആൻഡ് എക്സ്പോർട്ട് ബിക്കം കോസ്റ്റ്ലിയർ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? ഇന്ത്യയിലേക്ക് ഒരുപാട് ചീപ്പ് ഇമ്പോർട്ട്സ് നടക്കും. ഒരുപാട് ചീപ്പ് ഇമ്പോർട്ട്സ് നടക്കാന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്കലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനേക്കാളും ലോവർ പ്രൈസിൽ ഇമ്പോർട്ടഡ് ഗുഡ്സ് നമുക്ക് കിട്ടും. ഇറ്റ് വിൽ അഫക്ട് ഇന്ത്യസ് ഓൺ മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, ഇമ്പോർട്ട് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എന്താണ് പോകുന്നത്? ഡോളർ ഔട്ട്ഫ്ലോ ആണ്. ദാറ്റ് ഈസ് ഇന്ത്യസ് ഫോറിൻ കറൻസി വിൽ ഡിക്രീസ്. എഫക്റ്റുകൾ ഓക്കെയാണോ? നെക്സ്റ്റ് എക്സ്റ്റൻഷൻ പോയിന്റ് ആണ്. എന്താണ്? റുപ്പി വല്ലാതെ ഡിപ്രീഷിയേറ്റ് ചെയ്തതിന് എന്താ ഉണ്ടാവുക? ചീപ്പ് ഇമ്പോർട്ട്സ് ഇന്ത്യയിലേക്ക് കൂടും. ചീപ്പ് ഇമ്പോർട്ട്സ് കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ അഫക്ട് അവർ ഓൺ മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഇമ്പോർട്ട് മൾട്ടിഫോൾഡ് ഇൻക്രീസ് ചെയ്തതിന് എന്താ ഉണ്ടാവുക? ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോറിൻ കറൻസി കൊടുക്കണം. ഫോറിൻ കറൻസി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ ഫോറിൻ റിസർവ് വിൽ ഡിക്രീസ് ഓവർ ദി പീരിയഡ് ഓഫ് ടൈം. ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? നെക്സ്റ്റ് വൺ വീണ്ടും നോക്കി മനസ്സിലാക്കാം. RBI എന്തെല്ലാം മെഷേഴ്സ് ആണ് എടുക്കുക? റുപ്പി അപ്രിസിയേഷന്റെ സമയത്ത് RBI എന്തെല്ലാം ഡിസിഷൻ എടുക്കുക? റുപ്പി ഡിപ്രീസിയേഷന്റെ സമയത്ത് RBI എന്തെല്ലാം ഡിസിഷൻ ആണ് എടുക്കുക? ഒന്ന് അനലൈസ് ചെയ്യും. ദെൻ വി വിൽ എക്സ്പ്ലെയിൻ. ഇതെല്ലാം വെറും കൺസെപ്റ്റ് മാത്രമാണ് കേട്ടോ. വൺസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഓക്കെ. കാര്യം മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എപ്പോഴും ഒരു ചോദ്യം, പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. കൃത്യമായിട്ട് എക്സാമ്പിൾ ഒന്ന് നോക്കി മനസ്സിലാക്കി നമുക്കൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്രിസിയേഷൻ, ഡിപ്രിസിയേഷൻ, ഈ രണ്ട് സിറ്റുവേഷനിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഗവൺമെന്റ് അല്ല ഫോറിൻ കറൻസി മാനേജ്മെന്റ് ചെയ്യുക. നമ്മൾ ഫങ്ഷൻസ് ഓഫ് RBI എടുത്തപ്പോൾ അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാനേജ്മെന്റ് ഓഫ് ഫോറക്സ് റിസർവ് അല്ലെ. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മാനേജ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ അല്ലെ? ലെറ്റ്സ് എക്സ്പ്ലെയിൻ. എന്താണ് ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്? കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യാണ്. റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കോസ് എന്തായിരിക്കും? ഇങ്ങനെയാണ് ഇത് അനലൈസ് ചെയ്യുന്നത്. റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ കോസ് എന്ന് പറയുന്നത്? റുപ്പിയുടെ സപ്ലൈ കൂടുതലായിരിക്കും, റുപ്പിയുടെ ഡിമാൻഡ് കുറവായിരിക്കും. തിരിച്ച് ചിന്തിക്കുകയാണെങ്കിലോ, ഡോളറിന്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും, ഡോളറിന്റെ
സപ്ലൈ കുറവായിരിക്കും. ഈ പോയിന്റ് ഓക്കെയാണ്. അത് ആദ്യം പറയും. റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം ചെയ്ത ഒരു അനാലിസിസ്, റുപ്പിയുടെ വാല്യൂ കുറയാന്ന് പറഞ്ഞാൽ എന്താ, ഡോളർ സ്ട്രെങ്തൻ ആവാണ്. ഡോളർ സ്ട്രെങ്തൻ ആവാണെങ്കിൽ മാർക്കറ്റിൽ ഡോളറിന്റെ ഡിമാൻഡ് കൂടുതലാണ്, ഡോളറിന്റെ സപ്ലൈ കുറവാണ്. ഇപ്പൊ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ RBI ചെയ്യുന്ന സിമ്പിൾ ടെക്നിക്ക് അപ്പൊ എന്തായിരിക്കും, ഡോളറിന്റെ സപ്ലൈ കുറവായതല്ലേ പ്രശ്നം, കുറച്ച് ഡോളറിന് മാർക്കറ്റിലേക്ക് ഇറക്കിയാൽ പോരെ. ശരിയാണോ എന്ന് നോക്ക്, ശരിയാണോ എന്ന് നോക്ക്. ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയർ. റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, റുപ്പി ഡിപ്രീസിയേഷൻ ഈസ് എ വെരി സിമ്പിൾ പ്രൊസീജിയർ. എന്താ വെരി സിമ്പിൾ പ്രൊസീജിയർ, റുപ്പിയുടെ സപ്ലൈ വളരെ കൂടുതലാണ്. റുപ്പിയുടെ ടൈമിലാണെങ്കിൽ റുപ്പിയുടെ സപ്ലൈ വളരെ കൂടുതലാണ്, റുപ്പിയുടെ ഡിമാൻഡ് വളരെ കുറവാണ്. ഇൻ ടൈംസ് ഓഫ് റുപ്പി, വാട്ട് ഈസ് ദി കണ്ടീഷൻ ഓഫ് ഡോളർ, റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഔട്ട്ഫ്ലോ ഓഫ് ഡോളേഴ്സ് ആണ്. ഇന്ത്യയിലുള്ള ഡോളറിന്റെ സപ്ലൈ ഡിക്രീസ് ചെയ്യാണ്. ഇന്ത്യയിലുള്ള ഡോളറിന്റെ സപ്ലൈ കുറവാണ്, പക്ഷെ ഇന്ത്യയിലെ ഡോളറിന്റെ ഡിമാൻഡ് ഹയർ ആണ്. ഈ ഒരു സിറ്റുവേഷൻ അഡ്രസ് ചെയ്യാൻ വേണ്ടി എന്ത് കൂടുതൽ കൊടുത്താൽ മതി, റുപ്പി വീണ്ടും മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ട് വല്ല കാര്യം ഉണ്ടോ, റുപ്പി മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നിങ്ങൾ പറയും അഗൈൻ സപ്ലൈ ഓഫ് റുപ്പി വിൽ ഇൻക്രീസ്. അപ്പൊ വീണ്ടും എന്താ ഉണ്ടാവുക, ഡിപ്രിസിയേഷൻ ആണ് ഉണ്ടാവുക. ഈ സിറ്റുവേഷനെ കൗണ്ടർ ആക്ടിന് ഏറ്റവും നല്ല ടെക്നിക്ക് എന്ത് അഡ്രസ് ചെയ്താൽ മതി, ഡിമാൻഡ് ഓഫ് ഡോളർ ഇൻക്രീസ് ചെയ്താൽ മതി. ശരിയാണോ എന്ന് നോക്ക്. എന്തായിരിക്കും അവരവിടെ ചെയ്യുക, ഡോളർ സപ്ലൈ വിൽ ഇൻക്രീസ്. ഡോളറിന്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഡോളറിന്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റുപ്പി ഡിപ്രീസിയേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് മെഷേഴ്സ് ആർ കോൾഡ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയാറ്, മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം അല്ലെ, അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ സ്കീം എന്ന് പറയുന്നത്. സെക്കൻഡ് സിറ്റുവേഷൻ സിമിലർലി ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യും. റുപ്പീസ് അപ്രീഷിയേറ്റിംഗ്, റുപ്പീസ് അപ്രീഷിയേറ്റിംഗ് എന്തൊക്കെ കാരണം, റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും കാരണം, ഇൻ ടേംസ് ഓഫ് റുപ്പി പറയും എന്തൊക്കെയായിരിക്കും കാരണം, ഇൻഫ്ലോ ഓഫ് ഡോളേഴ്സ് ആണ് അല്ലെ. ഇപ്പൊ റുപ്പിയുടെ ടൈമിൽ പറയുകയാണെങ്കിൽ റുപ്പിയുടെ ഡിമാൻഡ് ഹയർ ആയിരിക്കും, സപ്ലൈ ലോവർ ആയിരിക്കും. ഡോളറിന്റെ ടൈംസിലേക്ക് പറയും, ഇന്ത്യയിലേക്ക് ഒരുപാട് ഡോളർ വരെയാണ്. ഡോളർ വരാന്ന് പറയുമ്പോൾ ഡോളറിന്റെ സപ്ലൈ ഹയർ ആയിരിക്കും, ഡോളറിന്റെ ഡിമാൻഡ് ലോവർ ആയിരിക്കും. എങ്ങനെ അഡ്രസ് ചെയ്യാം ഈ സിറ്റുവേഷൻ, ഇവിടെ വീണ്ടും ഡോളറിന് മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവോ, ഇല്ല. എന്താ കാരണം, വീണ്ടും ഡോളറിനെ മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഡോളറിന്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യും. സപ്ലൈ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റുപ്പി ഒന്നും കൂടി അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. സോ വി വിൽ ടാർഗറ്റ് ഹൂം, റുപ്പി. റുപ്പിയുടെ നമ്മൾ എന്ത് ഇൻക്രീസ് ചെയ്യും, സപ്ലൈ ഇൻക്രീസ് ചെയ്യും. എങ്ങനെയാണ് റുപ്പിയുടെ സപ്ലൈ നമ്മൾ ഇൻക്രീസ് ചെയ്യുക, റുപ്പിയുടെ സപ്ലൈ ഇൻക്രീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടെക്നിക്ക് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഇരിക്കുന്ന ഡോളറിനെ ഇങ്ങോട്ട് വാങ്ങി പകരം ആരെ പുറത്തേക്ക് ഇറക്കുക, റുപ്പീനെ പുറത്തേക്ക് ഇറക്കുക. ക്ലിയർ ആണോ? എന്താ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്, മാർക്കറ്റിലുള്ള റുപ്പീനെ ഇങ്ങോട്ട് വാങ്ങി മാർക്കറ്റിലേക്ക് ഡോളറിനെ ഇറക്കി. എന്താ സംഭവിക്കുക, റുപ്പിയുടെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യും, ഡോളറിന്റെ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യും. ഏത് സിറ്റുവേഷനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും, അപ്രീസിയേഷൻ അഡ്രസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ടെക്നിക്ക് അല്ലേ, ഐഡിയ ക്ലിയർ അല്ലേ? ഇനി ഒന്നുകൂടി അനലൈസ് ചെയ്യും, കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ആദ്യത്തെ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്തത് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യാണ്. റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റുപ്പിയുടെ സപ്ലൈ വളരെ കൂടുതലാണ്, ഡോളറാണ് മാർക്കറ്റിൽ ഇല്ലാത്ത അവസ്ഥ. നമ്മൾ എന്ത് ചെയ്തു, കുറെ റുപ്പീനെ ഇങ്ങോട്ട് വാങ്ങി. RBI ഈസ് പർച്ചേസിങ് റുപ്പി ആൻഡ് സെല്ലിംഗ് ഡോളർ. എന്താ പ്രോസസ്, RBI ഈസ് പർച്ചേസിങ് റുപ്പി ആൻഡ് സെല്ലിംഗ് ഡോളർ. എന്തുണ്ടായി, റുപ്പിയുടെ അളവ് കുറഞ്ഞു, റുപ്പിയുടെ സപ്ലൈ കുറഞ്ഞു, ഡോളറിന്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്തു. വിച്ച് പാർട്ടി ഈസ് അഡ്രസ്ഡ്, ഡിപ്രീസിയേഷൻ പാർട്ടി ഈസ് അഡ്രസ്ഡ്. എന്താ ചെയ്യാനുള്ള വെച്ചാൽ അത് ചെയ്ത മോളെ, വില എടുക്കാനാ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ചെന്ന് എടുത്തോ. ഓക്കെ, അതെന്താ അത്, അതെടുത്തോ, അതിനിപ്പോ എന്താ. ഓക്കെ, ഇനി സെക്കൻഡ് സിറ്റുവേഷൻ നോക്കുക. എന്താണ് സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, റുപ്പി അപ്രിസിയേഷൻ ആണ്. റുപ്പി അപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റില് ഡോളറിന്റെ സപ്ലൈ ഹയർ ആണ്, റുപ്പിയുടെ സപ്ലൈ ലോവർ ആണ്. RBI എന്തായിരിക്കും ചെയ്യുക, മാർക്കറ്റിൽ നിന്ന് ഡോളർ ഇങ്ങോട്ട് വാങ്ങി റുപ്പി തിരിച്ചിറക്കും. അപ്പൊ എന്താ ഉണ്ടാവുക, റുപ്പിയുടെ ക്വാണ്ടിറ്റി കൂടി, ഡോളറിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു. എഗെയിൻ അപ്രിസിയേഷൻ പാർട്ട് വിൽ ബി അഡ്രസ്. നോക്കി മനസ്സിലാക്കാടാ, കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. വേറെ ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല.
നമ്മൾ പല പല ചാപ്റ്ററിൽ എടുക്കുന്ന കൺസെപ്റ്റ് മറ്റു പല ചാപ്റ്ററുകളിലാണ് നമുക്ക് ക്ലാരിറ്റി വന്നു തുടങ്ങുക. അവിടെ സ്റ്റെബിലൈസേഷൻ എടുത്തപ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ആ സ്റ്റെബിലൈസേഷന്റെ ക്ലാരിറ്റി ഈ ചാപ്റ്ററിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് മനസ്സിലാക്കുക. ടൈം എടുക്കുന്നത് ഇത് ഒരിക്കലും മറക്കാതിരിക്കാനാണ്. ഒരിക്കൽ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഇത് പിന്നെ മറന്നു പോകുന്നില്ല കേട്ടോ. ചോദിക്കുമോനെ റുപ്പി മനസ്സിലായില്ല, ഒന്നുകൂടി പറയോ? ഓക്കെ. എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ചെറിയ ട്രാൻസാക്ഷൻ മാത്രമാണ്. നമുക്ക് പരിചയമുള്ളപ്പോ എന്താ പറയാ, ഒരുപാട് ഫോറക്സ് റിസർവുകളില്ല. ഇപ്പൊ ബാങ്ക് ഇപ്പൊ ലുലുവിൽ ചെന്നാൽ ലുലുവിന്റെ ഫ്രണ്ടിൽ ഒരു ഫോറക്സ് റിസർവിന്റെ ഒരു അക്ബർ ട്രാവൽസ് അങ്ങനെ കുറെ ആളുകളുടെ ഉണ്ട്. അവർക്കൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുക വളരെ ലിമിറ്റഡ് എമൗണ്ടിന്റെ ആണ്. ഹ്യൂജ് എമൗണ്ട് ഓഫ് കൺവേർഷൻ എപ്പോഴും ചെയ്യുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇതേപോലെ റീറ്റെയിൽ പല എയർപോർട്ടുകളിൽ ഉണ്ടായിരിക്കും ഫോറക്സ് റിസർവ് കൗണ്ടേഴ്സ്. ഇപ്പൊ ലുലുവിലുണ്ട്. അതേപോലെ കുറെ ഫോറിൻ ട്രാവൽസുകളുടെ കമ്പനികളൊക്കെ ഉണ്ട്, വിദേശ രാജ്യത്തേക്ക് ആളുകൾ. അവരെല്ലാം എന്ത് ചെയ്യും, ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ, നമ്മളെ പോലെയുള്ള ആളുകൾ എന്താ റീറ്റെയിൽ ആയിട്ടുള്ള ആളുകൾ അല്ലേ. അപ്പൊ നമുക്ക് ചെറിയ എമൗണ്ടിലുള്ള കൺവേർഷൻ മതി. പക്ഷെ വലിയ കമ്പനികൾ മില്യണിലോ ബില്യണിലോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരിൽ എന്തുണ്ടാവില്ല, അത്രയും ഫോറിൻ കറൻസി ഉണ്ടാവില്ല. വലിയ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് ചെയ്യുക RBI ആയിരിക്കും. ചെറിയ ട്രാൻസാക്ഷൻ ഇത്തരം കമ്പനികൾക്ക് ചെയ്യാം. പക്ഷെ ആരിൽ നിന്ന് ലൈസൻസ് എടുക്കണം? RBIയിൽ നിന്ന് ലൈസൻസ് എടുക്കണം. ബിക്കോസ് ദി റെഗുലേറ്റർ ഓഫ് ഫോറക്സ് റിസർവ് ഈസ് RBI. ഓക്കെ അല്ലേ? ഞാൻ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഈ റുപ്പി അപ്രിഷിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു പരിധിയിൽ കൂടുതലാവുകയാണെങ്കിൽ എന്തായിരിക്കും അത് സംഭവിക്കുക? പൊതുവെ നമ്മൾ ഈ വാല്യൂ ഓഫ് റുപ്പി കൂടുന്നത് നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഈ അപ്രിഷിയേറ്റ് ഒരു എക്സ്ട്രീം ലെവലിൽ പോവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതല്ലേ നമ്മുടെ കഴിഞ്ഞ സ്ലൈഡില് പറയും. എന്തായിരിക്കും സംഭവിക്കുക അപ്രിഷിയേറ്റ് ചെയ്യുമ്പോ? പറയും, ഇന്ത്യയിലെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് വളരെ മോശം അവസ്ഥയിലേക്കും ഇമ്പോർട്ട് വളരെ കൂടുകയും ചെയ്യും. എന്താ സംഭവിക്കുക അപ്പോ? ഇമ്പോർട്ട് ചീപ്പർ ആവും. എന്ന് വെച്ചാൽ ചൈനയിൽ നിന്നോ വേറെ രാജ്യത്ത് നിന്നോ ഇന്ത്യയിലേക്ക് ഒരുപാട് ഗുഡ്സ് ഇമ്പോർട്ടഡ് ആവും. ഇമ്പോർട്ടഡ് ആയി കഴിഞ്ഞാൽ എന്താ, നമ്മുടെ രാജ്യത്ത് 2 കാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും ആൾമോസ്റ്റ് സെയിം ഫീച്ചറാണ്. ഇന്ത്യയില് ഉണ്ടാക്കുന്ന കാറിന് പൈസ കൂടുതലും പുറത്തുനിന്ന് വരുന്ന കാറിന് പൈസ കുറവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ആത്മനിർഭർ ഭാരത് പറയോ പൈസ കുറവുള്ള കാറ് വാങ്ങോ? പൈസ കുറവുള്ള. അതെ, ഡൊമസ്റ്റിക് മാർക്കറ്റിന് അതിന് വളരെ മോശമായിട്ട് ഹിറ്റ് ചെയ്യും. കറക്റ്റ് അല്ലേ? ഇപ്പൊ നമ്മുടെ ഡോളർ കുറയപ്പോ തന്നെ ഔട്ട്ഫ്ലോ പോവും. അതിനോടൊപ്പം എക്സ്പോർട്ടും കൂടി മോശമായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ ക്വാളിറ്റിയും കുറവ്, ഹയർ പ്രൈസസും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന ആളുകൾ എക്സ്പോർട്ട് ചെയ്യോ ഇന്ത്യയിൽ നിന്ന്? ഇല്ല. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താ? ഇന്ത്യയുടെ ഡൊമസ്റ്റിക് എക്കണോമി വല്ലാതെ അഫക്ട് ചെയ്യും. അപ്പൊ അപ്രിസിയേഷൻ നല്ലതാണ്. നമ്മളിപ്പോ പറയില്ലേ ഇൻഫ്ലേഷൻ നല്ലതല്ലേ മോളെ? പക്ഷെ എന്തായിരിക്കണം? വിത്തിൻ ലിമിറ്റ് ആയിരിക്കണം. അതെ, അതേപോലെ തന്നെയാണ് നമ്മുടെ അപ്രിസിയേഷനും ഡിപ്രിസിയേഷനും. എല്ലാം ചെറിയൊരു ലിമിറ്റിലാണെങ്കിൽ ദാറ്റ്സ് അലൗഡ്. ഡിപ്രിസിയേഷൻ ആണെങ്കിൽ ചെറിയൊരു ലിമിറ്റിലാണെങ്കിൽ അത് ഓക്കെയാണ്. എപ്പോഴും ഒരു ഹയർ എമൗണ്ടിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അവിടെ ആര് ഇടപെടുള്ളൂ? RBI ഇടപെടുള്ളൂ. അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും മാർക്കറ്റ് ഡിറ്റർമൈൻഡ് ഫോഴ്സസ് ആയിട്ട് ഇന്ത്യയിൽ മാനേജ്ഡ് ആവും. ദാറ്റ് ഈസ് ഫ്ലോട്ടിംഗ് രീതിയിൽ മാനേജ്ഡ് ആവും. whenever it is beyond a limit, only then who will come to picture? RBI will come to picture and RBI will manage or sterilize. Okay ആണോ? ഇത് ഓക്കെയാണ്. ഇപ്പൊ ഡിപ്രിസിയേഷൻ വെച്ചിട്ടും അതൊന്ന് ഇതുപോലൊന്ന് പറഞ്ഞുതരാമോ? അതായത് സ്ലൈഡിലുണ്ട് മോളെ, സ്ലൈഡിലുണ്ട് സെയിം കാര്യം. അത് ഒഴിപോലെ ഒന്ന് വായിക്കൂ. പീസ്ഫുൾ ആയിട്ട് എക്സാമ്പിൾ ഒന്ന് വായിക്കൂ. എനിക്ക് പിടികിട്ടിയില്ല. അതായത് ഡിപ്രിസിയേഷൻ കൂടി, അങ്ങനെയാണ് ആ പ്രോബ്ലം എങ്ങനെയായിരിക്കും? ഇപ്പം ഡൊമസ്റ്റിക് മാർക്കറ്റിന് അപ്പൊ നല്ലതാണല്ലോ അത്. ഡൊമസ്റ്റിക് മാർക്കറ്റിന് അത് നല്ലതാണ്. ഡൊമസ്റ്റിക് മാർക്കറ്റിന് നല്ലത് എന്ന് പറയുമ്പോൾ അതിനൊരു അതർ സൈഡും കൂടി ഉണ്ട് മോളെ. ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ പൈസ കുറഞ്ഞാൽ മാത്രം പോരല്ലോ, ക്വാളിറ്റിയും കൂടി നമ്മൾ നോക്കില്ലേ? ഒരു വിദേശ രാജ്യം ഇപ്പൊ യൂറോപ്പ് അല്ലെങ്കിൽ USA പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്താ? അവർ പലതരത്തിലുള്ള സ്റ്റാൻഡേർഡുകൾ നോക്കും. നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം.
ഇപ്പൊ യൂറോപ്പിലേക്ക് ഏതെങ്കിലും ഒരു ഗുഡ്സ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആദ്യം എന്ത് ചെക്ക് ചെയ്യും, അതിന് കാർബൺ ഫുട് പ്രിന്റ് ഉണ്ടോ എന്ന് നോക്കും. കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, കോള് പോലെയുള്ള എന്തെങ്കിലും റിസോഴ്സസ് ഇതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിന് മുകളിൽ ഒരു അഡീഷണൽ ടാക്സും കൂടി ഇമ്പോസ് ചെയ്യും, വിച്ച് ഈസ് കോൾഡ് കാർബൺ ടാക്സ്. ഇപ്പൊ വിദേശ രാജ്യത്തേക്ക് ഇന്ത്യൻ രൂപ ഡിപ്രീഷിയേറ്റ് ചെയ്തു എന്നതുകൊണ്ട് അവർ കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യില്ല. നമ്മൾ എന്തും കൂടി മീറ്റ് ചെയ്യേണ്ടി വരും, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ രൂപ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന ചൈന പക്ഷെ അത് ചെയ്യുന്നുണ്ട്. എന്താ കാരണം? ചൈന ഇസ് വെരി മച്ച് കോൺഫിഡന്റ് അബൌട്ട് ദി ക്വാളിറ്റി ഓഫ് ദയർ പ്രൊഡക്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഗുഡ്സിന്റെ ക്വാളിറ്റിയിൽ അവർ കോൺഫിഡന്റ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പോഴും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പണൻസിന് ഇപ്പോഴും ക്വാളിറ്റി പലപ്പോഴും കോംപ്രമൈസ്ഡ്. നിങ്ങൾക്ക് അറിയാലോ, അത് ഒരു ഇമ്പോർട്ടന്റ് ഗുഡും ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഗുഡും തമ്മിൽ ക്വാളിറ്റിയിൽ ഒരുപാട് ഇഷ്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്തത് കൊണ്ട് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നില്ല. പോയിന്റ് ക്ലിയർ അല്ലേ? രണ്ടാമത്തെ കാര്യം, ഇനി ഫർദർ സ്ലൈഡ് എടുക്കുമ്പോൾ പഠിപ്പിക്കും. ഇന്ത്യയിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രേഡ് ഡെഫിസിറ്റ്. എക്സ്പോർട്ടിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടാണ്. അപ്പൊ ആ സമയത്ത് ഡിപ്രിസിയേഷൻ നടന്നതിന് എന്താ ഉണ്ടാവുക? എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവാണെങ്കിൽ ഡിപ്രിസിയേഷൻ നടന്നതിന് എന്താണ് സംഭവിക്കുക? ഇന്ത്യൻ രൂപ, അതെ, ഒരുപാട് ഡോളർ ഔട്ട്ഫ്ലോ ആണ് നടക്കുക, വിച്ച് ഈസ് വെരി ഹാർംഫുൾ ഫോർ അവർ എക്കണോമി. ഓക്കെ അല്ലേ? ബാക്ക് ടു അവർ ഡിസ്കഷൻ. ഇതൊരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഇയർ പ്രിലിമിനറി ചോദ്യമായിരുന്നു. എന്ത് തന്നു? ഒരുപാട് ഫാക്ടേഴ്സ് തന്നു, 3-4 ഫാക്ടേഴ്സ് തന്നു. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് എബവ് ഗിവൺ ഡിപ്പെൻസ് ഓൺ എക്സ്ചേഞ്ച് റേറ്റ്. ഇന്ത്യയിലെ എക്സ്ചേഞ്ച് റേറ്റിനെ ബാധിക്കുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഏതെല്ലാം? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നമ്മളിതിലെ പല ഫാക്ടേഴ്സ് നിങ്ങൾ നേരിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് ഒരു ബന്ധമില്ല എന്ന്. ഐ അഗെയിൻ റിപ്പീറ്റ്, എക്കണോമിക് നീഡ്സ് ഡീപ്പർ അനാലിസിസ്. നമുക്കൊരു പാരാമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് പഠിച്ചോ പഠിച്ചിട്ടില്ലേ എന്നല്ല, എക്സ്ചേഞ്ച് റേറ്റിനെ ബാധിക്കണമെന്ന് പറഞ്ഞ് സാറ് ക്ലാസ്സിൽ അത് പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നല്ല നിങ്ങളുടെ അനാലിസിസ്. നിങ്ങളുടെ അനാലിസിസ് എന്തായിരിക്കണം? എന്താണ് ആ ടേം, ആ ടേമിന്റെ ഇഫക്ട്സ് എന്തെല്ലാം ആയിരിക്കും, ആ ഇഫക്ട്സ് ഏതെങ്കിലും തരത്തിൽ എക്സ്ചേഞ്ച് റേറ്റിനെ ബാധിക്കും. ദാറ്റ് ഷുഡ് ബി യുവർ അനാലിസിസ് പാർട്ട്. പലപ്പോഴും പല കുട്ടികളും പ്രിലിമിനറി ചോദ്യം തെറ്റിക്കുന്നത്, ഒരു ചോദ്യം തരും, അതിൽ 3-4 ഓപ്ഷൻ ഉണ്ടാവും. അവർ ചിന്തിക്കുക അത് ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ആ ടോപ്പിക്കിൽ അത് കണ്ടിട്ടുണ്ടോ ഇല്ലേന്ന് മാത്രം. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് ആൻ അനാലിസിസ്. അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ 4 കമ്പോണന്റ് ചിലപ്പോൾ എവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും? ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഓരോ കമ്പോണന്റ് എടുക്കണം, അനാലിസിസ് നടത്തണം, അതിനെ എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് ബന്ധം എന്തോന്ന് നോക്കണം. ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് റേറ്റ്. ആൻസർ വായിക്കില്ല, നിങ്ങൾ അനാലിസിസ് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റിനെ ബാധിക്കാൻ സാധ്യത? ബാധിക്കുന്നുണ്ടോ? നോക്കി വായിച്ച് ഉത്തരം പറയരുത്. ജസ്റ്റ് തിങ്ക്. ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണ്, അപ്രിസിയേഷൻ ആണോ ഡിപ്രിസിയേഷൻ ആണോ നോ ഇഫക്റ്റ് ആണോ? ഓൾറെഡി എല്ലാം എടുത്തതാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇതിന്റെ ഒരു പാരലൽ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി എടുത്തതാണ്, ബോണ്ടും ഷെയർ എടുത്തപ്പോൾ. എന്താണ് ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് നല്ല റിട്ടേൺ കിട്ടും. ഇന്ത്യയിലെ ബോണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് നല്ല റിട്ടേൺ കിട്ടും, അതല്ല അതിനർത്ഥം. അപ്പോൾ പല വിദേശ രാജ്യങ്ങളിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ വിദേശത്ത് നിന്നും ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വരും. കറക്റ്റ് ആണോ? ഫ്ലോ ഒക്കെ ആണോ? വിദേശത്ത് നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളർ ഇന്ത്യയിലേക്ക് വരും. ഡോളർ ഇന്ത്യയിലേക്ക് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളറിന്റെ ഡിമാൻഡ് കുറയും, റുപ്പിയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. വാട്ട് ഈസ് ദാറ്റ് എഫക്ട്? അപ്രീസിയേഷൻ. ക്ലിയർ അല്ലേ? റിവേഴ്സും ചിന്തിച്ചോടെ. ഇന്ത്യയില് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പോളിസി ഉണ്ടെന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കാടാ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിക്രീസ്ഡ് റിപ്പോ റേറ്റ് ഇൻ ഇന്ത്യ. വാട്ട് ഹാപ്പൻസ് ടു എക്സ്ചേഞ്ച് റേറ്റ്? എ അപ്രീഷിയേറ്റിംഗ്, ബി depreciating, C no effect, D none of the above. ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ആലോചിച്ച് ഉത്തരം പറയും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ is reducing repo rate. What happens to Indian rupee? Appreciating, depreciating, no effect. കൃത്യമായി അനലൈസ് ചെയ്യുക. പറഞ്ഞു വരുമ്പോ എല്ലാം ഞാൻ എടുത്തതാണ്. അനാലിസിസ് നിങ്ങൾ ചെയ്യണം. എന്താ? ഒരു വശത്തിന്ന് പിടിച്ചു തുടങ്ങുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് കുറയ്ക്കുന്നു. എന്തിനാ റിപ്പോ റേറ്റ് കുറച്ചതിന് എന്താ ഉണ്ടാവുക? റിപ്പോ റേറ്റ് കുറച്ച ഇൻട്രസ്റ്റ് റേറ്റ് കൂടോ കുറയോ?
ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്രീസ് ചെയ്യും. കറക്റ്റ് അല്ലേ? റിപ്പോ റേറ്റ് എന്തിനാണ് കുറയ്ക്കുന്നത്? മണി സപ്ലൈ ഡിക്രീസ് ചെയ്യാൻ, സോറി, മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ. കറക്റ്റ് അല്ലേ? അപ്പൊ റിപ്പോ റേറ്റ് കുറച്ചാൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യും, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. കറക്റ്റ് ആണോ? ഇൻട്രസ്റ്റ് റേറ്റ് ഇന്ത്യയിൽ വളരെ കുറവാണെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ? ഇല്ല. അവരെങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് ദേ വിൽ ടേക്ക് ദെയർ ഡോളർ ഫ്രം ഇന്ത്യ ആൻഡ് ദേ വിൽ ഗോ ഔട്ട്. എന്താണ് സംഭവിക്കുക? ഡോളർ ഔട്ട്ഫ്ലോ. ഡിമാൻഡ് ഓഫ് ഡോളർ ഈസ് ഇൻക്രീസിങ്, demand of dollar is increasing, supply of rupees is increasing. What happens? Rupee depreciation. Clear അല്ലേ? സെക്കൻഡ് പാരാമീറ്റർ അനലൈസ് ചെയ്യും. ഉത്തരം നോക്കി പറയരുത്. ഇൻകം ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ഈസ് ഇൻക്രീസിങ്. വാട്ട് ഹാപ്പൻസ്? അപ്രിസിയേഷൻ ഓഫ് ഓർ ഡിപ്രീസിയേഷൻ. നോക്കി ഉത്തരം പറയരുത്. ഇൻകം കൂടുമ്പോ എന്താ ഉണ്ടാവുക? നമ്മൾ ഗുഡ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഉണ്ടായിരുന്നു, നമ്മൾ പതുക്കെ ഇൻഫീരിയർ ഗുഡ്സിൽ നിന്ന് ലക്ഷറി ഗുഡ്സിലൊക്കെ നമ്മുടെ കൺസെപ്ഷൻ പാറ്റേൺ ചേഞ്ച് ചെയ്യും. കറക്റ്റ് ആണോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഡൊമസ്റ്റിക് ഗുഡ്സിന് പകരം ഒരുപാട് ഇമ്പോർട്ടഡ് ഗുഡ്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങും. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് കാറിന്റെ കാര്യങ്ങൾ. നമ്മൾ നമ്മുടെ ഇൻകം ഹൈ ഇൻകത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പല ഇമ്പോർട്ടഡ് കാറുകൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കും അല്ലെ? വെനെവർ യുവർ ഇൻകം ഈസ് ഇൻക്രീസിങ്, ഇമ്പോർട്ട് വിൽ ഇൻക്രീസ്. ഇമ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഡോളർ ഔട്ട്ഫ്ലോ. ഡോളർ ഔട്ട്ഫ്ലോ നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക? റുപ്പി വിൽ ഡിപ്രിഷിയേറ്റ്. ക്ലിയർ ആണോ? കൺസെപ്റ്റ് കിട്ടുണ്ടോ? നേരിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബന്ധം തോന്നില്ല. ജസ്റ്റ് അനലൈസ്. തേർഡ് വൺ, ഹയർ ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യൻ എക്കണോമി. വാട്ട് ഹാപ്പൻസ്? അപ്രിസിയേഷൻ ആണോ ഡിപ്രിസിയേഷൻ ആണോ? ഹയർ ഇൻഫ്ലേഷൻ. എങ്ങനെ കണക്ട് ചെയ്യണം? ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഹൈ എന്ന് പറഞ്ഞ അതിന്റെ മീനിങ് എന്താ? ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ റെഡ്യൂസ് ചെയ്യാണ് അല്ലെ? ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്തായിരിക്കും? ഹൈ ഇൻഫ്ലേഷൻ ആണെങ്കിൽ റിട്ടേൺ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ജസ്റ്റ് ഇമാജിൻ ദി പ്രീവിയസ് കൺസെപ്റ്റ്. 100 രൂപയ്ക്ക് ഈ വർഷം ഞാൻ ഒരു കമോഡിറ്റി വാങ്ങുകയാണെങ്കിൽ അടുത്ത വർഷം അത് 100 രൂപയ്ക്കല്ല കിട്ടുക, ഹയർ പ്രൈസിനല്ലേ കിട്ടുക. ഇപ്പൊ ഇൻഫ്ലേഷൻ കൂടാന്ന് പറഞ്ഞാൽ രൂപയുടെ വാല്യൂ കുറയാനാണ്. രൂപയുടെ വാല്യൂ കുറയാന്ന് പറയുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ഡിപ്രിസിയേഷൻ ആണ് നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ദി ഡെപ്റ്റ് ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് ഈസ് വെരി ഹൈ. അപ്രിസിയേഷൻ ആണോ ഡിപ്രിസിയേഷൻ ആണോ? നിങ്ങൾ ഉത്തരം പറയണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എ ലോജിക് ഓർ റീസൺ. വാട്ട് ഈസ് ദി റീസൺ? ഒരുപാട് തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സിമ്പിൾ ഇന്റർപ്രിട്ടേഷൻ പറയാം. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഡെറ്റ് ഹയർ ആണെന്ന് വിചാരിക്കുക. ഡെറ്റ് ഹയർ ആണെങ്കിൽ ആ ഗവൺമെന്റിന്റെ ഹയർ സ്റ്റെബിലിറ്റിനെയാണോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലോവർ സ്റ്റെബിലിറ്റിനെയാണോ? ലോവർ സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി കുറവുള്ള ഒരു രാജ്യത്താണെങ്കിൽ പുറത്തു നിന്ന് ആളുകൾ വന്ന് ഇൻവെസ്റ്റ് ചെയ്യോ? ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് വുഡ് ബി ലോവർ. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യും? എടുത്തോണ്ട് പുറത്തേക്ക് പോകും. ദാറ്റ് ഈസ് ഡോളർ ഔട്ട്ഫ്ലോ. റുപ്പി വിൽ ഡിപ്രിഷിയേറ്റ്. ക്ലിയർ അല്ല? എല്ലാ പോയിന്റും ക്ലിയർ അല്ലേ? ഇനി ഇതിന് വേറൊരു തരത്തിൽ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ എന്തായിരിക്കും? ഹയർ ഡെപ്റ്റ് ആണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ബോണ്ട് ഇറക്കുന്ന സമയത്ത് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ലോവർ ആയിരിക്കോ ഹയർ ആയിരിക്കോ? വിദേശ മാർക്കറ്റിൽ ഇറക്കണമെങ്കിൽ ഹയർ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ വീണ്ടും കടം കൂടി കൂടി വരാനുള്ള ഒരു സാധ്യതയില്ലേ? ഭാവിയിൽ കടം കൂടുതലായി വരാന്ന് പറഞ്ഞാൽ എഗെയിൻ കോസസ് ലോവർ സ്റ്റെബിലിറ്റി ഓഫ് ദി ഗവൺമെന്റ്. സ്റ്റെബിലിറ്റി കുറവാണെങ്കിൽ, കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ മുൻ ക്ലാസ്സിൽ ഞാൻ വേൾഡ് ബാങ്കിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ ക്ലാസ്സിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെന്റ്. പുറത്തു നിന്നും ഒരു രാജ്യത്ത് നിന്നും ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷനാണ് ഇന്ത്യയിൽ എന്ത് വേണം? പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വേണം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഡെറ്റ് കുറവായിരിക്കണം. സോ പബ്ലിക് ഡെറ്റ് ഈസ് ഓൾസോ ഇൻഫ്ലുവൻസിങ് എക്സ്ചേഞ്ച് റേറ്റ്. ക്ലിയർ അല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കണം കേട്ടാ. പ്രിലിമിനറിക്ക് എന്ത് ഓപ്ഷൻ തരുന്നുണ്ടെങ്കിൽ ചിന്തിക്കണം. അഗെയിൻ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് എടുത്തിട്ടില്ല. സോ ഐ വിൽ എക്സ്പ്ലെയിൻ. ഫർദർ സ്ലൈഡിൽ ഈ ചാപ്റ്ററിൽ തന്നെ എടുക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്. എന്താന്ന് പറയാം. കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമ്പോർട്ട് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ജനറലി ഇതാണ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഇതിലൊരു സിറ്റുവേഷൻ ഒന്ന് കൺസിഡർ ചെയ്യും. ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട്. ഈ ടൈമിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ?
ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാണ്. എന്താ സംഭവിക്കുക? ഡോളർ ഇൻഫ്ലോ ആണോ ഡോളർ ഔട്ട്ഫ്ലോ ആണോ? ഡോളർ ഔട്ട്ഫ്ലോ. ഡോളർ ഔട്ട്ഫ്ലോ എന്ന് പറയുമ്പോൾ ഇന്ത്യ റുപ്പിക്ക് എന്താ സംഭവിക്കുക? ഡിപ്രീഷിയേറ്റ് ചെയ്യും അല്ലെ? ഈ രണ്ട് ടൈം ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ബാസ്കറ്റ് ആസ് വെൽ ആസ് ദി കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്. കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്. ഇനി അടുത്ത ഇതിൽ നമ്മൾ പറയും കറന്റ് അക്കൗണ്ട് സർപ്ലസ്. എപ്പോഴായിരിക്കും കറന്റ് അക്കൗണ്ട് സർപ്ലസ് വരാ? ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റ് എക്സ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട്. ക്ലിയർ അല്ലേ? ഈ രണ്ട് ടൈമുകളും റിസർവ് റേറ്റിനെ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിനെ ബാധിക്കുന്നുണ്ട്. സ്പെക്യുലേഷൻ. ഒരു എക്സാമ്പിൾ പറയാട്ടെ. ഈ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് അല്ല. സ്പെക്യുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസർവ് എക്സ്ചേഞ്ചിന്റെ വാല്യൂ ആർട്ടിഫിഷ്യലി മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് സ്പെക്യുലേഷൻ. ഒരു എക്സാമ്പിൾ, അദാനിനെ കുറിച്ച് ഹിൻഡൻബർഗിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. ഹിൻഡൻബർഗിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് അദാനി എന്ന് പറയുന്ന ഒരു കമ്പനി ഫെയിലിയർ ആവാൻ ഒരിക്കലും ഗവൺമെന്റും സംഭവിക്കില്ല, ഇന്ത്യൻ എക്കണോമിയും സമ്മതിക്കില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. എന്താ കാരണം? ഒരുപാട് എക്കണോമിയുടെ സെക്ടേഴ്സിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു കമ്പനിയാണ് അദാനി. ഒരുപാട് ബാങ്ക്സിൽ നിന്ന് അവർ എന്ത് കളക്ട് ചെയ്തിട്ടുണ്ട്? ലോൺസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് റീപേയ്മെന്റിനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ? അത്തരം വലിയൊരു കമ്പനി NPA അല്ലെങ്കിൽ നഷ്ടത്തിലായി കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്ട് ദി എൻറ്റയർ എക്കണോമി. ഓക്കെ അല്ലേ ഈ പോയിന്റ്? ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരാണ്. എന്ത്? വരും മാസങ്ങളിൽ അദാനി എന്ന് പറയുന്ന കമ്പനി പൊളിയാൻ സാധ്യതയുണ്ട്. പൊളിയാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു സിഗ്നലാ. എന്താണ് സിഗ്നല്? ഇന്ത്യൻ എക്കണോമി തകരാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് എന്താ ചെയ്യുക? കൂടുതൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാണോ ചെയ്യുക? ഉള്ള ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് പോവാണോ ചെയ്യുക? ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എടുത്ത് പോവും. ബാങ്കിങ് സിസ്റ്റം തകരാൻ പോവാന്നുള്ള ഒരു സിഗ്നലാ. നിങ്ങളൊക്കെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കാശ് എന്താ ചെയ്യുക? 5 ലക്ഷം വരെ ഓക്കെ, അതിനൊക്കെ കൂടുതൽ കാശ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? അതൊക്കെ ഇങ്ങോട്ട് വിഡ്രോ ചെയ്ത് കയ്യിലെടുക്കുക. എന്ത്? ഈ 5 ലക്ഷം വരെ RBI തിരിച്ചു വരും. കറക്റ്റ് അല്ലേ? അതെല്ലാം എന്തിനുള്ള സിഗ്നലാണ്? ഭാവിയിൽ ഇന്ത്യൻ എക്കണോമിക്ക് ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സാധ്യത മുൻകൂട്ടി കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അസറ്റുകളൊക്കെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ അത് എന്തിനെ ബാധിക്കും? എക്സ്ചേഞ്ച് റേറ്റിനെ ബാധിക്കും. അപ്പൊ ആർട്ടിഫിഷ്യലി എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റം കൊണ്ടുവരുന്ന ഈ കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് സ്പെക്യുലേഷൻ. ഓക്കെ അല്ലേ? എക്സാമ്പിൾ ഓക്കെ അല്ലേ? കൺസെപ്റ്റ് മനസ്സിലാക്കുക. സ്പെക്യുലേഷൻ എന്ന് യൂഷ്വലി ഉപയോഗിക്കാറില്ല. അഥവാ ഇങ്ങനെ ഒരു ടേം കാണുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാതിരിക്കരുത്, അതിനു വേണ്ടി ആഡ് ചെയ്ത്. നെക്സ്റ്റ് വൺ, ജനറൽ പോളിസി. എന്താ? ഗവൺമെന്റിന്റെ സ്റ്റെബിലിറ്റി, പോളിസീസ്, എക്കണോമിക് ഗ്രോത്ത്, പെർഫോമൻസ്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ, ഗവൺമെന്റ് ഈസ് കമ്മിങ് അപ്പ് വിത്ത് എ ന്യൂ പോളിസി ഓഫ് PLI. എന്ത് PLI? പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. ഇന്ത്യയിലെ മാനുഫാക്ചറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോളിസിയാണ്. ഇന്ത്യയിലെ മാനുഫാക്ചറിങ് ഹയർ ആയി അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്തതിന് എന്താ ഉണ്ടാവുക? ഹയർ ക്വാളിറ്റിയിൽ ഗുഡ്സ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദർ ഈസ് ഓൾവേസ് എ ചാൻസ് ദാറ്റ് എക്സസ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് നമ്മൾ എന്തിനുള്ള സാധ്യതയുണ്ട്? എക്സ്പോർട്ട് ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. എക്സ്പോർട്ടോ ഇമ്പോർട്ടോ വന്നോ അത് എന്തിനെ ബാധിക്കും? എക്സ്ചേഞ്ച് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? ഓക്കെ. ഇത് സെയിം സ്ലൈഡാണ് കേട്ടോ, ഒരെണ്ണം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. നോമിനലും റിയലും എടുക്കാം. ജസ്റ്റ് ഒന്നുകൂടി ഈ പോയിന്റ്സ് ഒന്ന് റീകളക്ട് ചെയ്യും. എന്തൊക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞത്? എങ്ങനെയാണ് റിലേഷൻസ് ഞാൻ പറഞ്ഞത്? നിങ്ങൾ അത് ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചൊന്ന് ക്ലാരിറ്റി ഉണ്ട്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻസിങ് ഓൺ എക്സ്ചേഞ്ച് റേറ്റ്? ഇനി അടുത്ത ഡിസ്കഷനിൽ ഇതിന്റെ ഒരു ഹയർ ലെവൽ ആയിട്ടുള്ള പുതിയൊരു കൺസെപ്റ്റ് ആണ് എടുക്കുക. അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് ഇതൊരു ഐഡിയ വേണം, ക്ലാരിറ്റി. ഓരോ ടൈം എടുക്കുക. അതെങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ്? അപ്രിസിയേഷൻ ആണോ ഡിപ്രിസിയേഷൻ ആണോ? ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ, ഏറ്റവും സിമ്പിൾ റിലേഷൻ അല്ലേ പറഞ്ഞു തന്നിട്ടുള്ള? മറക്കരുത് കേട്ടോ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാം. സർ, PLI സ്കീം ഒന്നുകൂടി പറഞ്ഞു തരാമോ? ആ പോയിന്റ് നമ്മൾ മെയിൻസിൽ എടുക്കൂടാ. ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. ഓക്കെ. ഇന്ത്യയിലെ മാനുഫാക്ചറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഗവൺമെന്റ് സ്കീം അല്ലെങ്കിൽ പോളിസീസിൽ ഒന്നാണ് PLI. അത് നമ്മൾ മെയിൻസിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യും. ചോദിച്ചോ.
ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ബോണ്ടിന്റെ റേറ്റിനെ ബാധിക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്, കറക്റ്റ് അല്ലേ? കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബോണ്ട് ഈൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ബോണ്ട് ഈൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ആണെങ്കിൽ ബോണ്ടിന്റെ ഈൽഡും ഡെഫിനറ്റ്ലി ഹയർ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കുക, ആ റിലേഷൻസ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്രീസിയേഷൻ ആണോ ഡിപ്രീസിയേഷൻ ആണോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കുക ഇന്ത്യ റുപ്പിയുടെ വാല്യൂവിൽ മാറ്റങ്ങൾ വരും എന്നുള്ള ഒരു പോയിന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഒരുവിധം കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ ലെറ്റ്സ് മൂവ് ടു സെക്കൻഡ് സ്ലൈഡ്. ഇതിൽ പല ടൈമുകളും നമ്മൾ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ഒക്കെ എടുക്കും നമ്മൾ. ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. നമ്മൾ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇന്റർനാഷണൽ ട്രേഡ് എടുക്കുമ്പോൾ വി വിൽ സ്റ്റാർട്ട് വിത്ത് കറന്റ് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. വി വിൽ ഡിസ്കസ് ദ. ഓക്കെ അല്ലേ? നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് ഡിസ്കസ് ചെയ്താലോ ബാക്കി? നോമിനൽ ആൻഡ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ഒരു ബ്രേക്ക് എടുക്കാം. സർ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ? ചോദിക്കേ. അതായത് ഈ ബാങ്കിങ് സെക്ടറിൽ ഈ ലോൺ എഴുതി തള്ളുക എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? അതായത് ആർക്കും ഒരാൾക്ക് നഷ്ടം വരുന്നുണ്ട്, അത് എങ്ങനെയാണ് എഴുതി തള്ളുന്ന സിറ്റുവേഷൻ? ആ വയനാട് ഇതിന്റെ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്, എനിക്കത് ക്ലിയർ ലോൺ ആയില്ല. എഴുതി തള്ളുക എന്ന് പറയുമ്പോൾ ലോണിന്റെ ബാങ്കിന്റെ അക്കൗണ്ട് ബുക്കിൽ നിന്ന് അത്തരം ഒരു ലോണ് കൊടുത്തു എന്നൊരു ഡേറ്റ എടുത്തു മാറ്റാം. എഴുതി തള്ളുക എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഗവൺമെന്റ് ആ ലോൺ എമൗണ്ട് ബാങ്കിലേക്ക് അടയ്ക്കും, ഒന്നല്ലെങ്കിൽ ഗവൺമെന്റ് ഇപ്പൊ വയനാടിന്റെ സിറ്റുവേഷനിലാണെങ്കിൽ മോസ്റ്റ്ലി ഗവൺമെന്റ് ബാങ്ക് ആണെങ്കിൽ പിന്നെ വേറെ ഡിസ്കഷന്റെ ആവശ്യമില്ലല്ലോ, പൈസ പോയത് ഗവൺമെന്റിന്റെയാണ്. പ്രൈവറ്റ് ബാങ്ക് ആണെങ്കിൽ മോസ്റ്റ്ലി ഗവൺമെന്റ് ആ ലോണിന്റെ അടവ് പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റ് എത്രയാണോ അത് ഗവൺമെന്റ് അടയ്ക്കും. ഇനി NPA കേസിലാണ് ലോൺ എഴുതി തള്ളാന്ന് പറയുമ്പോൾ അക്കൗണ്ട് ബുക്കിൽ നിന്ന് മാത്രമാണ് ആ ഒരു ഡേറ്റ മാറ്റുള്ളൂ. എന്തെങ്കിലും അസറ്റ് റിക്കവർ ചെയ്യാനുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് മാക്സിമം റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ബാങ്കിന്റെ അക്കൗണ്ട് ബുക്കിൽ നിന്ന് മാത്രം ആ ലോണിന്റെ ഡീറ്റെയിൽസ് എടുത്ത് മാറ്റും. പക്ഷെ ലോവർ ലെവലിൽ അവർ എന്തിനു ശ്രമിക്കും? എന്തെങ്കിലും അസറ്റ് പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ നോക്കും. ഈ അസറ്റ് ഒന്നും റിക്കവർ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നഷ്ടം എന്ന് പറയുന്നത് റൈറ്റിംഗ് ഓഫിൽ എപ്പോഴും ബാങ്കിന് തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? അതെ അതെ. അപ്പൊ ഡെപ്പോസിറ്റേഴ്സിന്റെ മണിയും മറ്റേ 5 lakhs വരെ ഉള്ളത് കിട്ടും, അല്ലാത്തത് അല്ലാത്തത് പോവും. ബാങ്ക് നഷ്ടത്തിലാണെങ്കിൽ 5 ലക്ഷം വരെ കിട്ടും, 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അത് നഷ്ടപ്പെടും. അതിലൊരു സംശയമില്ല കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ. സെയിം ക്വസ്റ്റ്യൻ ഡോളർ മാറി റുപ്പിയാക്കി.